രാവിലെ പുതുപ്പള്ളിയുടെ പരിസരത്തൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോഴത്തേനാണ് വൈഫ് ഭയങ്കര മഴയായിരുന്നു. അവൾക്ക് ഓഫീസിൽ പോകണമായിരുന്നു. അതിനുവേണ്ടി അവളെ കോട്ടയത്ത് കൊണ്ടുവിടാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് അവിടുന്ന് ഓടി വീട്ടിൽ ചെന്ന് വണ്ടി എടുത്തുകൊണ്ട് നേരെ അവൾക്കും സമയം പോയി. ഞാനിതിൻ്റെ പുറകെ പോയിരിക്കില്ലായിരുന്നു. അത് കാരണം അവളെ കൊണ്ടുവിടാൻ വേണ്ടി ടൗണിലോട്ട് വന്നതാണ്. ടൗണിൽ വന്നപ്പോഴത്തേന് മടുക്കാനി തൊട്ട് ചങ്കിടിച്ച് പോയി. മടുക്കാനി തൊട്ട് വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു. ആ സമയത്ത് എത്രയും പെട്ടെന്നൊന്ന് അവളെ കൊണ്ട് വിടാൻ വേണ്ടിയായിരുന്നു. അതുകൊണ്ട് ആ തിരക്കിനിടെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അതിൻ്റെ ഒരു വലിയ ട്രാഫിക് ബ്ലോക്കിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു, അത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ അവളെ ഞാൻ പെട്ടെന്ന് ഓഫീസിൽ കൊണ്ട് വിട്ടിട്ട് നേരെ കഞ്ഞിക്കുഴി വന്ന ഭാഗമാണ്. കഞ്ഞിക്കുഴിയിൽ നിന്ന് ഇനിയിപ്പം ഇവിടെ ഒരു വലിയ കേക്ക റോഡിലെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ ബ്ലോക്ക്. അങ്ങ് കിടക്കുക, വടവാതൂർ വരെ കിടക്കുകയാണ് വാഹനങ്ങൾ. ജലമഴയും കൂടെ മിക്കപ്പോഴും ഇത് തന്നെ അവസ്ഥ. മഴയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അങ്ങനെ നമ്മൾ ഇവിടെയാണ് ഏറ്റവും വലിയ കുരുക്കുണ്ടാകുന്നത്, ഈ കഞ്ഞിക്കുഴി ജംഗ്ഷനിലാണ്. വൈറ്റിലെ കടക്കാൻ ഇത്രയും പാടില്ല. കണ്ടോ വാഹനങ്ങളുടെ നീണ്ട നിര എപ്പോഴും. ആംബുലൻസൊക്കെ എങ്ങനെ കയറി വരുമെന്ന് തന്നെ പെടുത്തില്ല. കാരണം പിന്നെ ആംബുലൻസിന് പിന്നെ വൺ വേ അവർക്ക് ഇതൊന്നും നോക്കാത്തതുകൊണ്ട് അവരിങ്ങനെ കയറി പോരും. ഇതുപോലെയൊക്കെ ആംബുലൻസൊക്കെ ആയിട്ടൊക്കെ വരുമ്പോൾ ഇതുപോലെയുള്ള ബ്ലോക്കൊക്കെ കാണുമ്പോഴത്തേന് അതിലിരിക്കുന്ന ആൾക്കാരുടെ അവസ്ഥയൊക്കെ അറിയരുത്. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവർ പായുന്നത്. അന്നേരം ഇതുപോലുള്ള ട്രാഫിക് കുരുക്കുകളാണ് നമ്മുടെ നാട്ടിൽ മിക്കയിടത്തും. ഇവിടെ പിന്നെ കോട്ടയംകാർക്ക് ഇത് പതിവാണ്. ഈ കഞ്ഞിക്കുഴിയിലെ ട്രാഫിക് കുരുക്കെന്ന് പറഞ്ഞാൽ അത് 10-20 വർഷമായിട്ട് എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ രാവിലെ ഒരു 9:30 ആയപ്പോഴത്തേന് കോട്ടയം വരെ പോയതാണ്. കോട്ടയത്തിന് പോയിട്ട് കഞ്ഞിക്കുഴിയിൽ ഏറെക്കുറെ അരമണിക്കൂറോളം ഞാൻ കിടന്ന്. അവിടെ ട്രാഫിക് ബ്ലോക്ക് നിങ്ങൾക്കറിയാം, അതൊരു കാലത്തും മാറത്തില്ല കഞ്ഞിക്കുഴിയിൽ. അതുപോലെ ഇപ്പം മഴ പിടിച്ചപ്പോഴത്തേന് വാഹനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയായിരുന്നു. അങ്ങനെ കഞ്ഞിക്കുഴി കഴിഞ്ഞു കോട്ടയം കലക്ട്രേറ്റിന്റെ അവിടെ എല്ലാം അതുപോലെ വാഹനത്തിരക്കാണ്. അപ്പം ഒരു വിധത്തിലും വാഹനമായിട്ട് നമുക്ക് ടൗണിലോട്ട് ഉദ്ദേശിച്ച സമയത്ത് ഒരു കാര്യത്തിന് വേണ്ടി പോകാൻ പറ്റത്തില്ല. ഞാൻ കഴിവതും ആശ്രയിക്കുന്നത് 2 വീലറാണ്. കാരണം നമുക്ക് 2 വീലർ ആകുമ്പോഴത്തേന് എവിടെയാണെങ്കിലും ഏതെങ്കിലും ഇടവഴിയാണെങ്കിലും ഒക്കെ നമുക്ക് എടുത്തോണ്ട് പോകാം. ഇതൊന്നും ഒരു രക്ഷയില്ല. കഞ്ഞിക്കുഴിയിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഈ അനുഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ഏറെക്കുറെ ഒരു 8-10 വർഷം, 10 അല്ലെങ്കിലും ഉള്ളൂ, 10-20 വർഷമായി കഞ്ഞിക്കുഴിയിലെ ഈ ദുരിതം തുടങ്ങിയിട്ട്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഒരു മേൽപ്പാലത്തിന്റെ ഒക്കെ ആദ്യമൊക്കെ രൂപരേഖയൊക്കെ തയ്യാറാക്കി വന്നതാണ്. ഫ്ലൈ ഓവർ കഞ്ഞിക്കുഴി. അന്നേരം വ്യാപാരികളൊക്കെ പറഞ്ഞു അവിടേക്ക് കച്ചവടം പോവെന്ന് പറഞ്ഞു. ഒരു നാട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴത്തേന് അതിന് തടസ്സം നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഫ്ലൈ ഓവർ ഒക്കെ വരികയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കഞ്ഞിക്കുഴിയിലൊക്കെ ഒരു എമർജൻസി ആയിട്ട് ഒരു കാര്യത്തിനൊക്കെ പോയിട്ട് അല്ല കോട്ടയത്തിലൊക്കെ ജില്ലാശുപത്രിയിലോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു വിധത്തിലും പറ്റാത്തൊരു സാഹചര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കും കഞ്ഞിക്കുഴിയിലെ ബ്ലോക്ക് എന്ന് പറയുന്നത്. പിന്നെ കഞ്ഞിക്കുഴി നിൽക്കുന്ന ആ ട്രാഫിക് പോലീസുകാർ അവര് നല്ല എക്സ്പീരിയൻസ് ഉള്ളവരല്ലെങ്കിൽ നമുക്കിട്ടെല്ലാം പണി കിട്ടും. കാരണം പുതുതായിട്ട് വരുന്ന ഉദ്യോഗസ്ഥന്മാർക്കൊന്നും ആ കഞ്ഞിക്കുഴിയിലെ ആ ഒരു ഇതറിയത്തില്ല. കാരണം ദേവലോകത്താണല്ലോ നമ്മുടെ ആ കൊല്ലാട് ദേവലോകം റൂട്ടിലാണ് നമ്മുടെ കുറെ ഉന്നത ഉദ്യോഗസ്ഥ വൃന്ദങ്ങളൊക്കെ താമസിക്കുന്നത്. അപ്പൊ അവരൊക്കെ വരുന്ന സമയം ഇവർക്കറിയാം, പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറിയാം. അന്നേരത്തേന് അവരതിനുവേണ്ടി വഴി ബ്ലോക്ക് ആക്കും. അപ്പൊ ഇത് നമ്മളെ തടഞ്ഞിട്ടിട്ട് ഇങ്ങോട്ട് ഈ കോട്ടയം റൂട്ടിലുള്ള വാഹനം എല്ലാം കഞ്ഞിക്കുഴിയിലുള്ള നമ്മുടെ പുതുപ്പള്ളിയിൽ നിന്ന് വരുന്ന വാഹനങ്ങളെല്ലാം ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് അവരെ കടത്തിവിടും. അവർക്ക് വേണമല്ലോ പരിഗണന കൊടുക്കാൻ വേണ്ടി. നമ്മളൊക്കെ സാധാരണക്കാരനല്ലല്ലോ. അപ്പൊ അവർക്ക് പരിഗണന കൊടുത്തു വരുമ്പോഴത്തേനാണ് കഞ്ഞിക്കുഴിയിൽ ഇതുപോലെ വാഹന ഗതാഗതക്കുരുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോട്ടയം ടൗൺ ഈ കലക്ട്രേറ്റിന്റെ വാതിക്ക് മിക്കപ്പോഴും എന്തെങ്കിലുമൊക്കെ പരിപാടികളായിരിക്കും ഈ കലക്ട്രേറ്റിന്റെ വാതിക്കല്. അന്നേരം കോട്ടയം ടൗൺ വീണ്ടും കുരുങ്ങും. അപ്പം നമ്മൾ ആശ്രയിക്കുന്ന ഒരു വഴി എന്ന് പറഞ്ഞാൽ റബ്ബർ ബോർഡിന്റെ അതിലെ ലോഗോസിന്റെ അവിടെ നിന്ന് നമ്മൾ നേരെ കയറി വന്ന് നമ്മളെ കഞ്ഞിക്കുഴിയിലോട്ട് എത്തിക്കുന്ന ഒരു ബൈ റോഡുണ്ട്. ആ റോഡിന്റെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഒരു 10-25 വർഷമായിട്ട് ആ റോഡ് അങ്ങനെ തന്നെ കിടക്കുകയാണ്. അപ്പൊ അതിനൊരു സ്വല്പം വീതി കൂട്ടി ഒക്കെ ഒന്ന് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വാഹന യാത്രക്കാർക്ക് അതൊരു ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ്. അതിനൊന്നും ആർക്കും സമയമില്ല. അപ്പൊ ഇവരൊക്കെ ഓണടിച്ചൊക്കെ പോയി കഴിയുമ്പോഴത്തേന് നമ്മളൊക്കെ ഒതുക്കിക്കൊടുത്ത് ഇവരൊക്കെ കയറിപ്പോ ഇവർക്കൊക്കെ ഒരു തടസ്സങ്ങളൊന്നുമില്ല ഉദ്യോഗസ്ഥർക്ക്. അതുകൊണ്ടാണ് അവരാരും ഇതിന്റെ അകത്ത് മെനക്കെടാത്തത്. അപ്പൊ ഇതിപ്പോ ഞാൻ രാവിലെ ഒരു ഏറെക്കുറെ കോട്ടയത്ത് വരെ ചെന്നു. അന്നേരം തന്നെ തിരിച്ചു പോന്നിട്ട് പോലും ഏറെക്കുറെ 1.5 മണിക്കൂർ ഇപ്പൊ ഒരു
1.5 മണിക്കൂറിന് മുകളിലെടുത്തു തിരിച്ച് ഈ ഇപ്പൊ ഞാൻ മാങ്ങാനം പാലുപ്പടിയിലോട്ട് എത്തുകയാണ്. അപ്പൊ രാവിലെ അവിടെ കിടന്നത് സമയത്ത് ഓർത്താണ് വീഡിയോ എടുക്കട്ടെ എന്നൊന്നര ഒരുപാട് വാഹനം. ഞാൻ മിക്കപ്പോഴും കോട്ടയത്തിന് പോകുമ്പോഴത്തേനും നമ്മുടെ മടുക്കാനി വളവ് തൊട്ട് തന്നെ വാഹനങ്ങളുടെ നീണ്ട നിര കാണും. അതിന് ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഇനിയിപ്പം സ്കൂൾ തുറക്കാൻ പോവുകയാണ്. അപ്പൊ അതുപോലെ തന്നെ കഞ്ഞിക്കുഴിയില് ഒരു കുരിശുംതൊട്ടി ഇരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്കും പ്രയോജനമില്ല, നാട്ടുകാർക്കും പ്രയോജനമില്ല, ആർക്കും പ്രയോജനമില്ല. അതൊരു കുരിശുംതൊട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ അവരൊക്കെ ഒന്ന് മനസ്സ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. ആ കുരിശുംതൊട്ടിയുടെ കാര്യം പറയുമ്പോൾ ചിലർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുമായിരിക്കും. ഞാൻ ആ കുരിശുംതൊട്ടിയുടെ കാര്യത്തിൽ തന്നെയല്ല, പലയിടത്ത് അമ്പലത്തിന്റെ ആണേലും പള്ളിയുടെ ആണേലും ഇതൊക്കെ മനുഷ്യന് ഇപ്പൊ നമ്മളൊക്കെ ഇവിടുന്ന് ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ട്, എല്ലാരും അങ്ങ് പോകും. ഇവർക്ക് വരും തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വികസനങ്ങള് അവരൊക്കെ വന്നു കഴിയുമ്പോൾ അവരൊക്കെ ആദ്യം തെറി പറയുന്നത് നമ്മുടെയൊക്കെ ആയിരിക്കും. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു പരിഹാരമൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുരിശുംതൊട്ടി അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കാനൊക്കെ അവർക്ക് അന്നേരം പുതിയ കുരിശുംതൊട്ടി അവിടെ പണിത് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ അതിനൊന്നും മുൻകൈ എടുക്കാനോ അതൊന്നും അതൊന്നും മാറ്റി സ്ഥാപിക്കാനോ അല്ലെങ്കിൽ അതിന് തന്നെ പരിഹാരം കാണാൻ വേണ്ടി അതിനൊന്നും ആർക്കും സമയമില്ല. എല്ലാവരും തിരക്കാണ്. അപ്പൊ നമ്മളും അടുത്ത തിരക്കിലോട്ട്. ഞാൻ രാവിലെ പുതുപ്പള്ളിയില് മഴയുടെയും വെള്ളത്തിന്റെയൊക്കെ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോഴാണ് കോട്ടയം വരെ പോകേണ്ടി വന്നത്. അന്നേരം വണ്ടിയിൽ ഇരുന്നുകൊണ്ട് ചെയ്ത വീഡിയോ ആണ് ഇത്. അപ്പൊ ഞാൻ പുതുപ്പള്ളി അടുക്കാറായി. ഇനിയിപ്പം പെട്ടെന്ന് വീട്ടിൽ ചെല്ലണം.